ഹലോ ഗൈസ്, ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് വിൻഡോസ് 11 എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള വീഡിയോ ആണ്. അതിനുവേണ്ടി ഫസ്റ്റ് തന്നെ ഗൂഗിൾ ക്രോമോ, മൈക്രോസോഫ്റ്റ് എഡ്ജോ, ഒപ്പേറ മിനിയോ ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൽ വിൻഡോസ് 11 ISO എന്നോ അല്ലെങ്കിൽ വിൻഡോസ് 11 ഡൗൺലോഡ് എന്നോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ സെർച്ച് റിസൾട്ടായിട്ട് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു പേജ് വരും. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അത് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോഴത്തേന് അടിയിൽ ക്രിയേറ്റ് വിൻഡോസ് 11 ഇൻസ്റ്റാളേഷൻ മീഡിയ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതിൽ ഡൗൺലോഡ് നൗ കൊടുക്കുക. അപ്പോൾ വിൻഡോസ് 11 ഇൻസ്റ്റാളേഷൻ മീഡിയ ക്രിയേഷൻ ടൂൾ എന്ന് പറയുന്നൊരു ടൂൾ ഡൗൺലോഡ് ആകും. അത് ഡൗൺലോഡ് ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് വിൻഡോസ് 11 ഇമേജ് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു ടൂളാണ് വിൻഡോസ് മീഡിയ ക്രിയേഷൻ ടൂൾ. അത് റൺ ചെയ്യുക. റൺ ചെയ്തതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്ത് റൺ ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് റൺ ചെയ്യുമ്പോഴത്തേന് ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഞാനിപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓപ്പൺ ആയി വന്ന് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്തൊരു 100% ആകും. ആയി കഴിയുമ്പോഴത്തേന് നമുക്ക് വിൻഡോസ് 11 ഇമേജ് കിട്ടും. ആ ഇമേജ് നമുക്ക് ഞാനിപ്പം ലൊക്കേഷൻ ഡൗൺലോഡിങ് ലൊക്കേഷനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡോക്യുമെൻറ്റ്സിലാണ്. അതിലേക്കാണ് വിൻഡോസ് 11 ഇമേജ് ഡൗൺലോഡ് ആകുന്നത്. ഇപ്പോൾ ജസ്റ്റ് അത് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ വിൻഡോസ് 11 ഡൗൺലോഡ് ചെയ്യാൻ അറിയാവുന്നവരിത് സ്കിപ്പ് ചെയ്തോളൂ. ഇതറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. വിൻഡോസ് 11 നമുക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് സിമ്പിളായി. ഇതിപ്പോൾ ഞാൻ സി ഡ്രൈവിനകത്ത് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഡ്രൈവിലാണ് ഇത് സേവ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. സി ഡ്രൈവിനകത്ത് നമുക്ക് ബൂട്ടബിൾ ആക്കി എടുക്കാവുന്നതാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഈ ISO ഇമേജ് വെച്ചിട്ട് ഇതിൻ്റെ ISO ഇമേജ് നമ്മളിപ്പം ഡോക്യുമെൻറ്റ്സിലൊക്കെ എടുത്തിട്ടുണ്ട്. ഡോക്യുമെൻറ്റ്സിൽ വിൻഡോസ് ഇതാണ് നമ്മുടെ ഡൗൺലോഡ് ചെയ്ത ഫയൽ. ഇത് വെച്ച് നമുക്ക് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വിൻഡോസ് 11 ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ വിൻഡോസ് 10 സപ്പോർട്ട് തീരാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒക്ടോബർ 14 വരെ ഉള്ളു. അപ്പോൾ അതിനുശേഷം വിൻഡോസ് 11 മാത്രമേ നമുക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. വിൻഡോസ് 10 നിന്ന് സെക്യൂരിറ്റി അപ്ഡേറ്റുകളും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഓർമ്മയിൽ വെക്കുന്നത് നല്ലതാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.